ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മുടെ SBI, നമ്മുടെ എല്ലാവരുടെയും ഏറെക്കുറെ എല്ലാവരുടെയും അക്കൗണ്ട് ഉള്ളത് SBI ബാങ്കിലായിരിക്കും. അപ്പോൾ SBIയിൽ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടിയാലോ? എന്ത് നല്ലൊരു ജോലിയല്ലേ അത്? അപ്പോൾ നമുക്ക് അതിലേക്ക് എങ്ങനെ കടക്കാം എന്ന് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജൂൺ ജൂലൈ ആ ഒരു മന്തിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാസം ജൂൺ ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ SBIയിൽ ജോലിക്ക് കയറുമ്പോൾ നമുക്കുള്ള കുറച്ച് ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. വർക്ക് ലൈഫ് ബാലൻസ് ആണ് പറയുന്നത്. അതായത് ഏറെക്കുറെ നമ്മൾ കേട്ടിട്ടുള്ളത് ബാങ്ക് ജോലി നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാനായിട്ട് സാധിക്കില്ല. കുറച്ച് ടെൻഷനുള്ള ജോലിയാ, പ്രഷറുള്ള ജോലിയാന്ന് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ SBIയിലെ ക്ലറിക്കൽ പോസ്റ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ്. കാരണം നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം സാലറിയും കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കും ലൈഫുമായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. കൂടാണ്ട് SBI ആണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള ഒരു ബാങ്ക് എന്ന് പറയുന്നത്. സോ നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു നിശ്ചിതമായിട്ടുള്ള അളവിനുള്ളിൽ SBIയുടെ ഓരോരോ ബ്രാഞ്ചുകൾ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ നമുക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്തുള്ള സിറ്റിയിൽ തന്നെ നമുക്ക് ജോലി ചെയ്യാനായിട്ടും സാധിക്കും. ആ ഒരു SBIയുടെ ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ജൂൺ ജൂലൈയിൽ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ജോലിക്ക് നമ്മുടെ കയ്യിൽ എത്ര രൂപ സാലറി കിട്ടും? ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ്. ഇപ്പോൾ നമുക്ക് സാലറി ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ബേസിക് പേ 26,000 ആണ് വരുന്നത്. അതിൽ തന്നെ ഹൗസ് റെന്റ് അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, അങ്ങനെയുള്ള കുറച്ച് അലവൻസുകൾ ചേർത്തിട്ട് ഗ്രോസ് പേ എന്ന് പറയുന്നത് 45,000 ആണ് പറയുന്നത്. നമ്മുടെ ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിൽ എങ്ങനെ പോയാലും 40,000 പ്ലസ് എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അതാണ് SBI ക്ലർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാ ബാങ്കുകൾക്കും ക്ലറിക്കൽ പോസ്റ്റിൽ 35,000 പ്ലസ് 40,000 എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലേക്ക് കിട്ടും. പക്ഷെ ഏറ്റവും കൂടുതൽ അലവൻസുകളുള്ള ഒരു ബാങ്കാണ് SBI എന്ന് പറയുന്നത്. നമുക്ക് അലവൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഹൗസ് റെന്റ് അലവൻസ് വരുന്നുണ്ട്, ഡിയർനെസ് അലവൻസ്, സിറ്റി അലവൻസ്, ഫർണിച്ചർ അലവൻസ്, സ്പെഷ്യൽ അലവൻസ്, ഇങ്ങനെയുള്ള ന്യൂസ് പേപ്പർ അലവൻസ്, മെഡിക്കൽ അലവൻസ്, ഒരുപാട് പ്രൊവിഡന്റ് ഫണ്ട്, ലീവ് ഫെയർ, അങ്ങനെയുള്ള ഒരുപാട് അലവൻസുകൾ വരുന്ന ഒരു ബാങ്കാണ് SBI എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത്രയും അലവൻസുകൾ കൂടെ എന്ത് ചെയ്യപ്പെടും? നമ്മുടെ സാലറിയുടെ കൂടെ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ അതിൽ ഇൻക്രിമെന്റ് ആണ് പറയുന്നത്. സാലറി ആഫ്റ്റർ ഫസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 28,070 ആണ്. ബേസിക് പേയിൽ ചേഞ്ച് വരുന്നതാണ്. 6th ഇൻക്രിമെന്റ് കഴിയുന്ന സമയത്ത് 64,480 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സർവീസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രിമെന്റ് കൂടിക്കൂടി വരുന്നത്, കയറി വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ പ്രൊമോഷന് സാധ്യതകളാണ് പറയുന്നത്. 10 വർഷം കഴിയുമ്പോൾ സീനിയർ അസിസ്റ്റന്റ് പോസ്റ്റ്, 20+ ഇയേഴ്സ് ആവുന്ന സമയത്ത് സ്പെഷ്യൽ അസിസ്റ്റന്റ്, 30+ ഇയേഴ്സ് ആവുന്ന സമയത്ത് സീനിയർ സ്പെഷ്യൽ അസിസ്റ്റന്റുമായിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്? പ്രൊമോഷനായി മാറപ്പെടുന്നത്. ഹയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അലവൻസസ് ആണ്. നമ്മൾ പോസ്റ്റ് കൂടുന്തോറും നമുക്ക് എന്താണ്? റെസ്പോൺസിബിലിറ്റി കൂടി വരും. അതിനനുസരിച്ച് എന്ത് ചെയ്യും? അലവൻസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. ഓക്കെ, ദെൻ നമുക്കിതിൽ ഡയറക്റ്റ് ക്ലറിക്കൽ പോസ്റ്റിൽ ഇരുന്നുള്ള ഒരാൾക്ക് ഓഫീസർ പോസ്റ്റിലേക്ക് പോകാനായിട്ട് എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു 3 വർഷം അല്ലെങ്കിൽ 3 to 6 ഇയേഴ്സ് ആണ് എലിജിബിലിറ്റി പറയുന്നത്. അതിനുശേഷം നമുക്ക് എന്താവാം? ഓഫീസർ പോസ്റ്റിലേക്കുള്ള എക്സാം അവിടെ നിന്നുകൊണ്ട് തന്നെ എഴുതാൻ പറ്റും. ഇന്റേണൽ എക്സാം പ്ലസ് ഇന്റർവ്യൂ ആണ് വരുന്നത്. JAB CAB കോഴ്സുകൾ പഠിച്ചവർക്ക് ഹയർ ചാൻസസ് ആണുള്ളത്. നമുക്ക് എന്താവും? നമുക്ക് ഓഫീസറായി പ്രൊമോഷൻ ആയതിനു ശേഷം എന്താവും? അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് വരെ എത്തിപ്പെടാനുള്ള സാധ്യത നമുക്ക് ഈ SBI ക്ലർക്ക് പോസ്റ്റിലുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ജോബിൽ കയറി ആദ്യം തന്നെ ഒരു സമാധാനമുള്ള ഒരു ജോലി, കുറച്ചിരുന്ന് എൻജോയ് ചെയ്ത് നമുക്ക് എന്താണ് കുറച്ച് കയ്യിൽ സാലറി കിട്ടി, അത് വെച്ച് നമുക്ക് ലൈഫൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ മതി എന്നുള്ളവരെന്ത് ചെയ്യുക? ആദ്യം തന്നെ SBI ക്ലർക്ക് നോക്കുക. ദെൻ ഫസ്റ്റ് തന്നെ കുറച്ച് സാലറി കൂടുതലായിട്ട് വേണം, എല്ലാം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക? SBIയുടെ POയുടെ എന്ത് ചെയ്യുക? എക്സാം ആദ്യം തന്നെ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്ത് അത് നിങ്ങൾ കാണുന്നതിനേക്കാളും നിങ്ങൾക്ക് ഗുണമാണ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഒരു 3-4 മാസം മുന്നേ നിങ്ങളിത് കാണുന്നത്.
എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം, പ്രിപ്പറേഷനുള്ള ടൈം കിടക്കാണ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഓൾറെഡി പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്കായിരിക്കും ക്ലിയർ ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. ഇപ്പോൾ ക്ലിയർ പഠിച്ചു തുടങ്ങാത്തവർക്കും ഇപ്പോഴെന്താണ്, ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ ക്ലിയർ ചെയ്യാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. എല്ലാവരും നല്ല ഉയരങ്ങളിൽ എത്തിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.